നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് there are no എന്നുള്ളത് നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആണ്. അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ രൂപം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ്. there are no എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. ഇപ്പോൾ ഇല്ലേ, ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് വസ്തുക്കൾ ഇല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആറിൻ്റെ there. അതായത് ആർ നോട്ടാണ്, നോട്ടിനെ ചുരുക്കി നമ്മൾ ഇൻഡ് എന്നാക്കും. അതിൻ്റെ എഴുതുന്ന രൂപം ഒന്ന് ശ്രദ്ധിക്കുക. ആറിൻ്റെ there ഇല്ലേ എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുക എന്നാണ് ഈ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിൽ പഠിക്കുന്നത്. രണ്ട് ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസും അതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ രൂപവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. there are no 5 rooms in my house. എൻ്റെ വീട്ടിൽ 5 റൂമുകളില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ 5 റൂമുകളില്ലേ എന്നിങ്ങനെയാണ് ചോദിക്കുക. ആറിൻ്റെ there 5 rooms in my house. ആറിൻ്റെ there, there എന്നുള്ളതല്ല, ആറിൻ്റെ there 5 rooms in my house. അതുപോലെ there are no 2 cats in the kitchen. കിച്ചണിൽ 2 പൂച്ചകളില്ല. അപ്പോൾ ആറിൻ്റെ there 2 cats in the kitchen. കിച്ചണിൽ 2 പൂച്ചകളില്ലേ. അതുപോലെ there are no many clothes on the bed. ബെഡിന്മേൽ ധാരാളം വസ്ത്രങ്ങളില്ല. അപ്പോൾ ധാരാളം വസ്ത്രങ്ങളില്ലേ എന്നാകുമ്പോൾ എങ്ങനെയാണ്? ആറിൻ്റെ there many clothes on the bed. ഇനി there are no some apples in the fridge. ഫ്രിഡ്ജിൽ കുറച്ച് ആപ്പിളുകളില്ല. ആറിൻ്റെ there some apples in the fridge. there are no several chairs in the living room. വ്യത്യസ്തമായ ചെയറുകൾ ലിവിങ് റൂമിൽ ഇല്ല. അതിൻ്റെ ചോദ്യം ആറിൻ്റെ there several chairs in the living room. there are no pictures on the wall. ചുമരിന്മേൽ ചിത്രങ്ങളില്ല. ചുമരിന്മേൽ ചിത്രങ്ങളില്ലേ എന്നുള്ളത് ആറിൻ്റെ there pictures on the wall. there are no flowers in the garden. ഗാർഡനിൽ ഫ്ലവേഴ്സ് ഇല്ല. അപ്പോൾ ഗാർഡനിൽ ഫ്ലവേഴ്സ് ഇല്ലേ എന്നുള്ളതിന് ആറിൻ്റെ there flowers in the garden. there are no keys on the table. ടേബിളിന്മേൽ ചാവികളില്ല. ചാവികളില്ലേ എന്നുള്ളതിന് ആറിൻ്റെ there keys on the table. അതുപോലെ there are no books under the sofa. സോഫയ്ക്ക് താഴെ ബുക്സ് ഇല്ല. അപ്പോൾ ഇല്ലേ എന്ന് ചോദിക്കാൻ ആറിൻ്റെ there books under the sofa. there are no 30 students in the class. ക്ലാസ്സിൽ 30 വിദ്യാർത്ഥികളില്ല. 30 വിദ്യാർത്ഥികളില്ലേ എന്ന് ചോദിക്കാൻ ആറിൻ്റെ there 30 students in the class. there are no many subjects to study. പഠിക്കാൻ ധാരാളം സബ്ജക്റ്റുകളില്ല. സബ്ജക്റ്റുകളില്ലേ എന്നുള്ളതിന് ആറിൻ്റെ there many subjects to study. there are no exams next week. അടുത്ത ആഴ്ച പരീക്ഷയില്ലേ എന്ന് ചോദിക്കാൻ ആറിൻ്റെ there exams next week. there are no new computers in the lab. ലാബിൽ പുതിയ കമ്പ്യൂട്ടറുകളില്ല. ആറിൻ്റെ there new computers in the lab. ഇനി there are no teachers to help us. നമ്മെ സഹായിക്കാൻ ടീച്ചർമാരില്ല. ആറിൻ്റെ there teachers to help us. there are no posters on the classroom walls. ക്ലാസ്റൂം വാൾസിൽ പോസ്റ്റേഴ്സ് ഇല്ല. ആറിൻ്റെ there posters on the classroom walls. ഇത്രയും ഉദാഹരണങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള രൂപങ്ങളാണ്. നമുക്കിത് പഠിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരും 10 ഉദാഹരണങ്ങൾ സ്വന്തമായിട്ട് ഇതല്ലാത്ത 10 ഉദാഹരണങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.